നാം പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ. ഈ അറയിൽ നീ വന്നത് ഒട്ടും ഉചിതമായില്ല. മഹാരാജാവിനിപ്പോൾ പൂർണ്ണമായ വിശ്രമമാണ് ആവശ്യമുള്ളത്. നീ ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരം കൂടുതൽ ദുർബലമായി തീരുന്നതാണ്. നമ്മെ പിതാശ്രീ കണ്ണു തുറന്നു നോക്കി. അദ്ദേഹം നമ്മെ സൂക്ഷിച്ചു നോക്കി. അദ്ദേഹം നമ്മോട് എന്തോ പറയാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും ബോധം മറഞ്ഞുപോയി. പറയുന്നത് വിശ്വസിച്ചാലും ഇളയച്ച, അദ്ദേഹത്തിന് എന്തോ മാരകമായ അസുഖം ബാധിച്ചിട്ടുണ്ട്. അത് നിശ്ചയമാണ്. രാജകുമാരി, ഇതൊരു സാധാരണ അസുഖമല്ല, മാരകമായ അസുഖമാണ്. രാജവൈദ്യൻ, അങ്ങ് മഹാരാജാവിന്റെ അടുത്തേക്ക് ചെല്ലൂ. പിതാശ്രീ, നമ്മുടെ പിതാശ്രീ, നമുക്ക് പോകണം. മഹാരാജാവിന്റെ ബോധം തെളിഞ്ഞിരിക്കുന്നല്ലോ. ഇത്രയും വേഗമോ? ആ പൈശാചിക ശക്തിയുടെ പ്രഭാവം ഇത്ര വേഗം അവസാനിച്ചത് എങ്ങനെയാണ്? മഹാരാജാവ് എന്തോ പറയാൻ ആഗ്രഹിച്ചുവെന്ന് രൂപവതിയും പറഞ്ഞുവല്ലോ. ഇല്ല, ഇവിടെ നിഗൂഢമായ എന്തോ സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആരും തന്നെയില്ല. ഇത്തവണ നമ്മുടെയും ആ മഹാ അമൃത കലശത്തിനുമിടയിൽ ആരും തന്നെയില്ല. അതുപോലെ ആർക്കും വരാനും സാധിക്കില്ല. ഈ തവണ നാം നമ്മുടെ പിതാശ്രീക്ക് ജീവൻ പകർന്നു നൽകുന്നതാണ്. നമ്മുടെ പിതാശ്രീ രാക്ഷസരാജൻ വികടനെ ഇത്തവണ രക്ഷിക്കുന്നതാണ്. നാം രക്ഷിക്കുന്നതാണ്. ഈ നാം രക്ഷിക്കുന്നതാണ്. നാം രക്ഷിക്കുന്നതാണ് നാം തന്നെ. രാജവൈദ്യൻ, എങ്ങനെയുണ്ട് പിതാശ്രീക്ക്? ശാന്തമാകൂ രാജകുമാരി, ശാന്തമാകൂ. മഹാരാജാവിനിപ്പോൾ നീണ്ട നിദ്രയും പൂർണ്ണ വിശ്രമവും ആവശ്യമാണ്. എങ്കിലേ അദ്ദേഹം സുഖം പ്രാപിക്കുകയുള്ളൂ. ഇനി അഥവാ മഹാരാജാവിന് സുഖം പ്രാപിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വയംവരത്തിന് എത്തിച്ചേരാൻ സാധിക്കില്ല. എന്നാൽ രാജവൈദ്യൻ, നമ്മുടെ സ്വയംവരം നടക്കുന്നത് നാളെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നാളെ വരെ അദ്ദേഹത്തിന് നല്ല നിദ്രയും അതുപോലെ വിശ്രമവും ലഭിക്കുകയാണെങ്കിൽ ആശങ്കപ്പെടേണ്ടി വരില്ല. അദ്ദേഹം സുഖം പ്രാപിക്കുന്നതാണ്. എന്നാൽ നാളെ പിതാശ്രീയെ ഇപ്രകാരം ഉപേക്ഷിച്ച് നമുക്ക് സ്വയംവരത്തിന് എങ്ങനെ പങ്കെടുക്കാൻ സാധിക്കും? നമുക്ക് യാതൊന്നും മനസ്സിലാകുന്നില്ല. മതിയാക്കൂ. നീ ബുദ്ധി ആവശ്യത്തിലധികം പ്രയോഗിക്കുന്നുണ്ട്. കുമാര, നീ നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? നീ നമ്മോടൊപ്പം വരൂ. വരൂ. ഇല്ല, വരാൻ. നാം ഇവിടെ നിന്ന് വിടൂ. ഇവന്റെ പ്രവർത്തികൾ കൊണ്ട് നമ്മളെല്ലാവരും അകപ്പെടുമെന്ന് തോന്നുന്നു. അതുപോലെ ഇനി അങ്ങയും വിശ്വസിക്കാൻ നമുക്ക് സാധിക്കില്ല. അങ്ങ് ഒരേ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. മഹാരാജാവ് ഒരു കാരണവശാലും ബോധം തെളിയാൻ പാടില്ല. പടയാളികളെ, നിങ്ങളെ ഇരുവരെയും നാം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ഇനി ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും സ്വയംവരം കഴിയുന്നതിന് മുമ്പ് രാജകുമാരി ഈ അറയിൽ അവരുടെ പാദം പതിപ്പിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നാം സ്വയം നിങ്ങളെ ഇരുവരെയും വധിക്കുന്നതാണ്. പോകൂ. അങ്ങയുടെ കടമ നിർവഹിക്കൂ.
അതാ നോക്കൂ, രൂപനഗരത്തിന്റെ രാജകൊട്ടാരം. നിങ്ങളുടെ സഖാവ് നമ്മുടെ രാജാവായിരുന്ന നമ്മുടെ പിതാവ് രാക്ഷസരാജൻ വികടന്റെ ഘാതകർ ഇന്ന് സ്വയംവര സഭയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. എന്നാൽ നാളെ അവിടെ സ്വയംവര സഭയല്ല നടക്കാൻ പോകുന്നത്. മൃത്യുവിന്റെ സംഹാര താണ്ഡവം നടക്കാൻ പോവുകയാണ്. ഈ രാജകൊട്ടാരത്തിലെ സകല അംഗങ്ങളും നാളത്തെ സൂര്യോദയം കാണാൻ പോകുന്നില്ല. ഇന്നത്തെ രാത്രി അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാണ്.